രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകളാണ് പുണ്യമായിട്ടുള്ള ഈ രാമായണ മാസത്തിൽ നമ്മൾ ഓരോ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നും നാളെയും 2 ദിവസങ്ങൾ കൂടെയുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ രാമായണ മാസം സമാപിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇനിയും ഓരോ ദിവസവും പുതിയ 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 കഥകൾ കേൾക്കണം. രാമായണത്തിൽ തന്നെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കണം. അപ്പോൾ അങ്ങനെ വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തുടക്കം മാത്രമാണ് ഈ രാമായണ മാസത്തിലെ ഈ രാമായണ പാരായണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മൾ ഇനിയും രാമായണം ഓരോ ദിവസവും ഇടതടവില്ലാതെ വായിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നിശ്ചിതമായിട്ടൊരു സമയം തീരുമാനിക്കുക. ഞാൻ ഇന്ന സമയം രാമായണം വായിക്കും. അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം രാമായണം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് രാമായണത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അപ്പോൾ ആ രാമൻ്റെ ആ ഒരു ജീവിത ധർമ്മങ്ങൾ, ജീവിത മൂല്യങ്ങൾ, ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലും പുലർത്തും എന്ന് പ്രതിജ്ഞ ചെയ്യുക. അങ്ങനെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് അനുഗുണമായ രീതിയിൽ ത്യജിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ശുഗബന്ധനമാണ്. അപ്പോൾ ശുഗനെ വേഷം മാറി ചാരനായിട്ട് വാനരന്മാരുടെ സൈന്യത്തിൽ ചെല്ലുന്നതും ആ വാനര സൈന്യം ശുഗനെ മർദ്ദിക്കുകയും പിടിച്ചു കെട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഭഗവാൻ വന്ന് അവനെ മർദ്ദിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം പക്ഷേ അവനെ ബന്ധിപ്പിച്ച് തന്നെയാണ് നിർത്തുന്നത്. കാരണം തിരികെ അവനെ സേതു ബന്ധിച്ച് അതിൽ നിന്നാണ് കൊണ്ടുവന്ന് തുറന്നു വിടുന്നത്. അപ്പം അങ്ങനെ ആ രാവണൻ്റെ അടുത്തെത്തിയ ശുഗനോട് രാവണൻ ചോദിക്കുന്ന ഇത് മുതലാണ് നമുക്കിന്ന് കേൾക്കേണ്ടത്. രാവണ ശുഗ സംവാദം എന്നാണ് പേര്. അപ്പോൾ ആ രാവണൻ ശുഗനോട് ചോദിക്കുകയാണ്, എന്താണ് നീ വരാനായിട്ട് കാരണം? നീ താമസിച്ച് നീ വൈകുവാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇനി വാനരന്മാർ നിന്നെ അറിഞ്ഞോ, കണ്ടുപിടിച്ചോ, അവരെന്തെങ്കിലും നിന്നെ ചെയ്തോ, നിൻ്റെ മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ രാവണൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, സിന്ധു ഉത്തര തീരെ, ആ സിന്ധുവിൻ്റെ ആ ഉത്തര തീരത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ട ഓരോ കാര്യങ്ങളും ചെന്ന് അവരോട് പറഞ്ഞു, വാനരന്മാരോടും രാമലക്ഷ്മണന്മാരോടായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടതും അവർ എന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് പിടിക്കുകയും അവരെന്നെ തല്ലാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ആ രാമനെ വിളിച്ച് കരഞ്ഞപ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ദൂതനെ ഇങ്ങനെ ചെയ്യരുത്, ദൂതൻ അവധ്യനാണ്, ദൂതനെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ദയാപരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്നെ അവരിൽ നിന്നും മോചിപ്പിച്ചു. എന്നിട്ട് ആ രഘൂത്തമൻ, ആ ശ്രീരാമൻ എന്നോട് പറയുകയാണ്, സീതയെ നീ എനിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് തിരികെ നൽകൂ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ എന്നോട് യുദ്ധം തുടങ്ങുക, അല്ലെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. ഇനി എന്താ പറയുക, രണ്ടിലും ഒന്നുടറി ചെയ്തു കൊള്ളണം. ഒന്നുകിൽ നീ എന്നോട് യുദ്ധത്തിന് തയ്യാറാകുക, അല്ലെങ്കിൽ സീതയെ എനിക്ക് തിരികെ കൊണ്ടു തരിക. ഇത് രണ്ടും എനിക്ക് തുല്യമാണ് എന്ന് അവനോട് ചെന്ന് അറിയിക്കുക എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ ആ ലങ്കാപുരവും അതുപോലെ തന്നെ നിശാചര സേനയും, അത് ഒരു ശങ്കയുമില്ലാതെ, ഒരു സംശയവുമില്ല, ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ എല്ലാ രാക്ഷസന്മാരെയും
ഞാൻ വധിക്കുന്നതാണ്, രാവണനെയും ഞാൻ വധിക്കും. അതുകൊണ്ട് നീ അവനോട് ചെന്ന് പറയുക, സീതയെ എന്നെ തിരികെ ഏൽപ്പിക്കാനായിട്ട് പറയുക എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയാണ്, നീ നോക്കൂ, എൻ്റെ ആ ഒരു സൈന്യത്തിൻ്റെ ശക്തി നോക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ എന്നോട് പറയുകയാണ്, എൻ്റെ വാനരന്മാരെല്ലാവരും പർവ്വത സന്നിഭന്മാരായിട്ടുള്ള വാനരർ ഉർവികുലങ്ങും ഗർജനവും ചെയ്തു. അപ്പോൾ അവർ എന്താ പറയുക, പർവ്വത തുല്യന്മാരായിട്ടുള്ള ശരീരമുള്ളവരാണ് എല്ലാ വാനരന്മാരും. അവരുടെ ഗർജനം പോലും ഈ ഭൂമിയെ മുഴുവൻ കുലുക്കുന്ന രീതിയിൽ, ആ ഭൂമിയെ മുഴുവൻ പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. നമുക്ക് അത് മാത്രമല്ല, അത് അസംഖ്യമായിട്ടുള്ള സേനാബലമുണ്ട്. അവർ ഈ ലങ്കാപുരത്തിലേക്ക് നോക്കി അവർ പരുഷങ്ങൾ പറയുന്നു, രാവണ അങ്ങയെ വധിക്കുമെന്ന് പറയുന്നു. അവർ വളരെ ശൗര്യത്തോടു കൂടി അങ്ങയെ വളരെയധികം അലറിക്കൊണ്ട് തന്നെ അങ്ങയെ ചീത്ത വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവരുടെ സേനാപതിയുണ്ട്, പേര് നീലൻ എന്നാണ്. ആ നീലനെ കണ്ടു കഴിഞ്ഞാൽ കാലൻ പോലും പേടിച്ചു പോകും. അത്ര ഭയങ്കരമായിട്ടുള്ള യുദ്ധവീര്യം ഉള്ള ആളാണ് ഈ നീലൻ. ഇനി അംഗദനാണ്, ഇനി യുവരാജാവായിട്ടുള്ള അംഗദൻ ബാലിയുടെ പുത്രനാണ്. അങ്ങേക്ക് അറിയാമല്ലോ, ബാലിയെ തന്നെ അറിയാമല്ലോ, അതിലും വീര്യപരാക്രമനാണ്. അതുപോലെ തന്നെ അദ്രിതുല്യനാണ്, അതായത് ഒരു പർവ്വത തുല്യനാണ് ഈ അംഗദനും. അങ്ങനെ ഓരോരോ പിന്നെ സുഗ്രീവൻ്റെ കാര്യം പറയുന്നു, ശ്വേതൻ, മൈന്ദൻ, വിവിധൻ, സേതുകർത്ത, അങ്ങനെ നളൻ, പിന്നെ താരൻ, പനസൻ, കുമുദൻ, അങ്ങനെ കുറേ, ജാമ്പവാൻ, വേഗദർശി, അങ്ങനെ ഇതെല്ലാവരും വളരെ വീര്യവാന്മാരായിട്ടുള്ള ആ വാനരന്മാരാണ്. അതുകൊണ്ട് അവർ ദേവാരികളെ, അതായത് ഈ എന്താ പറയുക, ഈ ദേവശത്രുക്കളെ അവരില്ലാതാക്കാനായിട്ട് ഇവിടെ വന്ന് ഭൂമിയിൽ വന്ന് ജനിച്ചവരാണ്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കൂ, ശ്രീരാമദേവൻ ഒരിക്കലും മനുഷ്യനല്ല. ഭഗവാൻ, ആ മഹാപ്രഭു ഭഗവാൻ നാരായണൻ്റെ അവതാരം തന്നെയാണ് ആകുന്നു. അതുപോലെ തന്നെ സീതാദേവി അങ്ങ് കാണുന്നത് പോലെ ഇതൊരു സാധാരണ സ്ത്രീയല്ല അങ്ങ് പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. സാക്ഷാൽ ആ ലക്ഷ്മി ദേവി തന്നെയാണ്. ആ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലോകമാതാവും പിതാവുമാണ്. അങ്ങിതൊക്കെ മനസ്സിലാക്കണം. അവരോട് വൈരമുണ്ടാകാനായിട്ട് അങ്ങക്ക് എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അങ്ങക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു ഉപദേശം പോലെ ശുഗൻ രാവണനോട് പറയുകയാണ്, ഇവിടെ നീ ഈ നമ്മുടെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൽ അതിൽ എന്താണുള്ളത്? ഈ ത്വക്കും മാംസവും മേധസ്സും അസ്ഥിയും മൂത്രവും മലവും കളർന്നുള്ള അതിൽ സമ്മേളിതമായിട്ടുള്ള ദുർഗന്ധം മാത്രം വമിക്കുന്ന ഈ ഒരു ശരീരത്തിൽ നീ എന്തിനാണ് രാവണ ഈ ഞാനെന്നുള്ള ഭാവം കൊണ്ട് നടക്കുന്നത്? അങ്ങനെയൊക്കെ എന്തിനാണ് ഈ ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നത്? ദേഹത്തിന് ഇതിനോടൊന്നും ബന്ധമില്ല. ദേഹം വെറും ജഡമാണ്. ആത്മാവാണ് സത്യസ്വരൂപനായിട്ട് നിത്യസ്വരൂപനായിട്ട് ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി ലയിക്ക നീ കേവലം. അതുകൊണ്ട് നീ ആ നിത്യ ശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ മാത്രം നീ എപ്പോഴും അറിയുക. അതുകൊണ്ട് ആ ആത്മാവിൽ തന്നെ ലയിക്കുക. ഈ പുത്രനിലും അതുപോലെ തന്നെ ഭാര്യയിലും കളത്രാദികളിലും ഒക്കെ ഗൃഹാദികളിലൊക്കെ ഇതുപോലുള്ള വസ്തുക്കളിലൊക്കെ ആസക്തി കളയുക. എന്നിട്ട് നീ വിരക്തനായിട്ട് ജീവിക്കൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ എന്താ പറയുക, ഈ പന്നി അതുപോലെ തന്നെ മറ്റ് ജീവികൾ ഇതിലുമൊക്കെ ഇവർക്കുമൊക്കെ ശരീരമുണ്ട്. അവരും ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഭോഗം നരകലോകത്തിലുമുണ്ട്. ഈ ശരീരം നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാനം ആ പരമാത്മാവിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭാരതഭൂമിയിലെ
ഒന്ന് ജനിക്കാൻ കഴിഞ്ഞാൽ തന്നെ കർമ്മഭൂവ മാത്രേ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടുന്നാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ. രാവണ, ഈ കർമ്മഭൂമിയായിട്ടുള്ള ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തീർച്ചയായിട്ടും നിർമ്മലമായിട്ടുള്ള ആ ബ്രഹ്മമായിട്ട് തന്നെ ഭവിക്കും. പിന്നെ ഭോഗത്തിലൊന്നും ആഗ്രഹം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല, അങ്ങ് പൗലസ്ത്യപുത്രനാണ്. പൗലസ്ത്യൻ, അതായത് ബ്രാഹ്മണാഢ്യനാണ്. അങ്ങ് പൗലസ്ത്യപുത്രനാണ്, അങ്ങ് ബ്രാഹ്മണനാണ്. ത്രൈലോക്യ സമ്മതൻ, 3 ലോകങ്ങളിലും അങ്ങേ സമ്മതനാണ്. അങ്ങേ അറിയാത്തവരായിട്ട് ആരാണ് ഉള്ളത്? അപ്പോൾ അങ്ങനെയുള്ള രാവണ, അങ്ങ് ഘോര തപോധനനാണ്. അങ്ങനെയുള്ള രാവണൻ പിന്നെ അങ്ങ് ഈ അജ്ഞാനിയെ പോലെ എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ ഭോഗങ്ങളിലൊക്കെ ആസക്തി ഉണ്ടായത്? എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അങ്ങ് ഇന്നു മുതൽ എല്ലാ സംഘങ്ങളും പരിത്യജിച്ചിട്ട് രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് പരമാത്മാൻ, ഭരണദ്വയൻ. രാമനാകുന്നത് പരമാത്മാവാണ്. അത് പരമമായിട്ടുള്ള ഈശ്വര പദമാണ്. അദ്വയനാണ്. അദ്വയനാണെന്ന് രണ്ടെന്നുള്ള ഭാവമില്ലാത്ത ഏകമായ പരബ്രഹ്മമാണ് ഭഗവാൻ. അതുകൊണ്ട് ആ സീതാദേവിയെ ശ്രീരാമൻ്റെ പാതാരവിന്ദങ്ങൾ കൊണ്ട് സമർപ്പിച്ചിട്ട് സർവ്വപാപങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് നിനക്ക് വിഷ്ണു ലോകത്തിലേക്ക് ഗമിക്കാം. അല്ലെങ്കിൽ നീ പാപങ്ങൾ ആർജിച്ച് കീഴ്പോട്ട് പോയി വല്ല നരകങ്ങളിലും ചെന്ന് പതിക്കും. ഞാൻ നല്ല കാര്യങ്ങളാണ് നിനക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നീ നല്ല നന്മയോടുകൂടി ജീവിക്കൂ. രാമ എന്ന് ജപിച്ചുകൊണ്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയെങ്കിലും രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്കാം മോക്ഷവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ മോക്ഷപദത്തിൽ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശുഗൻ്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും യുദ്ധം ശുഗവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസനം ക്രോധ താമ്രാക്ഷനായി. അജ്ഞാനാശയങ്ങളായിട്ടുള്ള ആ ശുഗൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്താ പറയുക, രാവണൻ്റെ അങ്ങോട്ട് 20 കണ്ണിൽ നിന്നും ആ ദേഷ്യം അങ്ങോട്ട് കോപാഗ്നി അങ്ങോട്ട് ഉണ്ടാക്കി ശുഗനെ ദഹിപ്പിച്ച് പോകും എന്നുള്ള രീതിയിലൊരു നോട്ടം. എന്നിട്ട് പറയുകയാണ്, നീ ഒരു ഭൃത്യൻ, എൻ്റെ ഭൃത്യനായിട്ടുള്ള നീ ഇവിടെ വന്നിട്ട് ഒരു ആചാര്യനെ പോലെ ഇവിടെ എൻ്റെ അടുക്ക വന്ന് സംസാരിക്കുകയാണോ? നീ ആണോ എനിക്ക് ഈ വേദവാക്യങ്ങളൊക്കെ മര്യാദകളൊക്കെ ഉപദേശിച്ചു തരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നീ ഒരു അരക്ഷണം പോലും നിന്ന് കഴിഞ്ഞാൽ നിന്റെ മരണം വരും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ആ ശുഗൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്, രാവണനിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അടുത്തത് നമുക്ക് കേൾക്കേണ്ടത് ശുഗൻ്റെ പൂർവ്വവൃത്താന്തമാണ്. ശുഗൻ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ശുഗൻ ഇത്രയും കാര്യങ്ങളൊക്കെ, സാധാരണ ഒരു അസുരനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും അറിവുണ്ടാവുകയില്ല അല്ലേ? ഇത് അദ്ദേഹം വളരെ പരമജ്ഞാനിയെ പോലെയാണ്, ഒരു അസുരനായിട്ട് കൂടി ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ശുഗൻ ഈ അറിവുകളൊക്കെ വന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ശുഗൻ്റെ പൂർവ്വജന്മത്തിലെ കഥ പറയുന്നത്. അത് പറയുകയാണ്, പണ്ട് ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായ മഹാജ്ഞാനികൾ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശനത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ. അപ്പോൾ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഈ ശുഗൻ. അങ്ങനെ ആ ബ്രാഹ്മണ്യമൊക്കെ പരിപാലിച്ചുകൊണ്ട് കാട്ടിൽ തന്നെ വാനപ്രസ്ഥനായിട്ട് മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം ദേവകൾക്ക് അഭ്യുദയം ഉണ്ടാകുന്നതിന് വേണ്ടി എപ്പോഴും യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. എന്നാൽ ദേവാരികൾക്ക് എന്താ പറയുക, ദേവാരികൾ എന്ന് പറഞ്ഞാൽ ആ അസുരന്മാരെ, രാക്ഷസന്മാരുടെ വിനാശനത്തിനായിക്കൊണ്ടും അദ്ദേഹം യാഗങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം രാക്ഷസ നിന്ദാപരനായിട്ട്, അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആ ഈശ്വരീയമായ ഗുണങ്ങൾ ഉള്ളപ്പോൾ നമ്മളിൽ എന്താ പറയുക, രാക്ഷസന്മാരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അക്രമികളെയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നും?
ഇവർക്കൊക്കെ ഇല്ലാതാവണം എന്ന് സ്വാഭാവികമായിട്ടും തോന്നാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലുള്ള അക്രമങ്ങൾ കാണുമ്പോൾ, ദുഷ്ടന്മാരെ കാണുമ്പോൾ, അവർ സാധുജനങ്ങളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും സജ്ജനങ്ങൾക്ക് മാനസികമായിട്ടൊരു വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ബ്രാഹ്മണനായിരുന്ന ശുഗൻ അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ ഇല്ലാതാവണം എന്ന് ഉദ്ദേശിച്ചും അപ്പോൾ ദേവന്മാർക്ക് ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാഗ ഹോമ കർമ്മങ്ങളൊക്കെ അദ്ദേഹം ധാരാളം അനുഷ്ഠിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ ആ സമയത്തുള്ള ഒരു രാക്ഷസൻ, വജ്രദംഷ്ടൻ എന്ന് പറയുന്ന മഹാദുഷ്ടനായിട്ടുള്ള ഒരു നിശാചരൻ, ഒരു രാക്ഷസൻ, ഇത് എന്താണ് ഈ ശുഗൻ്റെ ഈ ഒരു കാര്യത്തിന് മുടക്കം വരുത്തണം, അല്ലെങ്കിൽ നമുക്കൊക്കെ ചീത്തയാണ് എന്ന് വിചാരിക്കുകയും ഒരു ദിവസം അങ്ങനെ കുറച്ച് നാളായി ഈ വജ്രദംഷ്ടൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് ഒരു ദിവസം അഗസ്ത്യ മഹർഷി ഈ ശുഗാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും. അങ്ങനെ അദ്ദേഹത്തിനെ പൂജിച്ചു, അഗസ്ത്യനെ പൂജിച്ചു. ഈ ശുഗൻ പൂജിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു അങ്ങ് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാനെന്നാൽ നദിയിൽ പോയി സ്നാനം കഴിച്ചിട്ട് വരാം എന്ന് പറയുകയും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഈ വജ്രദംഷ്ടൻ എന്ത് ചെയ്തു? ഒരു അഗസ്ത്യൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ശുഗനോട് തിരിച്ച്, അതായത് കുളിക്കാൻ പോയ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ അഗസ്ത്യ മഹർഷി കുളിക്കാൻ പോയി. പക്ഷേ ആ സമയം നോക്കി ഈ വജ്രദംഷ്ടൻ എന്ത് ചെയ്തു? അഗസ്ത്യൻ്റെ രൂപം എടുത്തു, സ്വീകരിച്ചിട്ട് വന്നിട്ട് ഈ ശുഗൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്, ഈ ബ്രാഹ്മണനോട് വന്നിട്ട് പറയുകയാണ്, അതെ ഞാൻ കുറച്ച് നാളായി ഈ ഛാഗാമാംസം, അതായത് ഛാഗാമാംസം എന്ന് പറയുന്നത് എന്താ പറയുക, ആട്ടിറച്ചി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഛാഗമാംസം കഴിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് നീ എനിക്ക് ഭക്ഷണത്തിന് കൂട്ടാനായിട്ട് വെക്കേണ്ടത് എനിക്ക് ആട്ടിറച്ചി വേണം എന്ന് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ട് എനിക്കത് വേണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു ശുഗൻ? എന്ത് ചെയ്തു? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ പോലെ ആഗ്രഹം ആണ്, അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പത്നിയോട് ഇങ്ങനെ വേണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ശുഗപത്നിയുടെ വേഷത്തിലും പെട്ടെന്ന് ആര് വന്നു? ഈ വജ്രദംഷ്ടൻ തന്നെ മാറിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. മർത്യമാംസം എന്ന് പറഞ്ഞാൽ ഛാഗാമാംസം, അത് ഈ ആട്ടിറച്ചി, ഈ വജ്രദംഷ്ടൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രൂപത്തിൽ വന്നിട്ട് വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു, അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ഉടനെ തന്നെ ശുഗനെ ശപിച്ചു, അല്ലേ? നീ ഇങ്ങനെ ഇറച്ചി എന്താ പറയുക, ഈ മാംസഭക്ഷണമൊക്കെ കഴിക്കുന്നതിലാണ് നിനക്ക് താല്പര്യം. നീ ഇപ്പോഴും ഈ എന്താ പറയുക, ബ്രാഹ്മണനായി ഇരുന്നിട്ടും ഈശ്വരനെ ഭജിച്ചിട്ടും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാംസമൊക്കെ കഴിച്ചാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇനി ഒരു രാക്ഷസനായിട്ട്, ഘോരനായിട്ടുള്ള ഒരു രാക്ഷസനായി മാറട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയും ചെയ്തു. അപ്പോൾ ശുഗൻ ഇത് കേട്ടപ്പോൾ ശുഗൻ ആകെ വല്ലാണ്ടായി. ശുഗൻ ചോദിക്കുകയാണ്, എന്താണ് ഭഗവാനെ, ഞാൻ അങ്ങയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അങ്ങ് തന്നെയല്ലേ കുളിക്കാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഛാഗാമാംസം വേണം എന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ലേ അങ്ങയ്ക്ക് ഞാനിത് തന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യദൃഷ്ടിയിൽ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു. അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ വന്നു, വഞ്ചിതന്മാരായി ഞാനും അതുപോലെ തന്നെ ഈ ശുഗനും വഞ്ചിതന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും, ശരി അദ്ദേഹം ഒരു ശാപമോക്ഷത്തിനുള്ള ഒരു കാരണവും പറഞ്ഞു കൊടുത്തു. നിനക്ക് എൻ്റെ ശാപം, ഞാൻ നിന്നെ ശപിച്ചു, എനിക്കിനി ഇപ്പോൾ അത് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല, പക്ഷേ ഞാൻ നിനക്ക് അത് എല്ലാം നല്ലതിനാണെന്ന് നീ വിചാരിച്ചോ ശുഗ, അതുകൊണ്ട് നിനക്ക് ശാപമോക്ഷം ഞാൻ തരികയാണ്. ശ്രീരാമപത്നിയെ രാവണൻ കട്ടുകൊണ്ടുപോയി ഒരു ആരാമത്തിൽ, ഒരു ഉദ്യാനത്തിൽ വയ്ക്കും. ആ സമയത്ത് സീതാദേവിയെ അന്വേഷിക്കാനായിട്ട് രാവണ ഭൃത്യനായിട്ട് നീയും വരും. അങ്ങനെ സീതാദേവിയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സീതാദേവിയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമൻ
വാനരന്മാരുമായിട്ട് വരും. അപ്പോൾ ആ ലങ്കാപുരത്തെ വളഞ്ഞിരിക്കുന്ന രാമസൈന്യത്തെ, വാനര സൈന്യത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ദശാനനൻ നിന്നെ അയക്കും. അപ്പോൾ ആ സമയത്ത് നീ രാമനെ ചെന്ന് കാര്യങ്ങളൊക്കെ രാമനോട് പറയണം. അങ്ങനെ തിരിച്ചു വന്നിട്ട് ദശമുഖൻ തന്നോട് ചൊല്ലുക, പറയണം. എന്നിട്ട് രാവണന് ആത്മതത്വോപദേശം ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നീ തിരിച്ച് വീണ്ടും ദേവപ്രിയനായി വരും. പുനരാശു നീ രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ചു, സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ആ രാക്ഷസഭാവമൊക്കെ പോയിട്ട് നിനക്ക് വീണ്ടും ബ്രാഹ്മണ്യം ലഭിക്കും. ഇതം അനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തബോധനവാക്യം മനോഹരം. എന്നിട്ട് അഗസ്ത്യൻ പറയുകയാണ്, ഇങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്, നിനക്ക് തീർച്ചയായിട്ടും ശാപമോക്ഷം ഉണ്ടാകും, എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് എന്ന് പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ശപിച്ചു അല്ലേ, ശാപം. അപ്പം അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ജന്മവും കൂടി കാത്തിരുന്നാൽ മതി അല്ലേ, ഒരു രാക്ഷസനായിട്ട് ജനിക്കണം. പക്ഷേ ആ രാക്ഷസനായിട്ട് ജനിക്കുന്ന സമയത്ത് ആ ജന്മത്തിൽ സാക്ഷാൽ മഹാപ്രഭുവായിട്ടുള്ള, സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള, സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള ആ ഈശ്വരനെ തന്നെ അത്രയും നാൾ അദ്ദേഹം ആ ഈശ്വരനെ പൂജിച്ചതിൻ്റെ ഗുണമാണ് ലഭിച്ചത് അല്ലെ. ഒരു ശാപം കിട്ടിയെങ്കിലും പക്ഷെ ഒരു ജന്മം കൊണ്ട് അദ്ദേഹത്തിന് ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാണുകയും ആ ഭഗവാന്റെ ദർശനം കിട്ടുകയും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും അത് ഭഗവാൻ അനുഗ്രഹമാണ്, ഭഗവാൻ നമുക്ക് ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാന് നമ്മളെ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. ഈശ്വരൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടി നമ്മൾ ആ ഈശ്വരന് അഭിമുഖമായിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം തിരികെ വന്നിട്ട് ശുഗൻ വന്നിട്ട് രാവണനോട് പറയുകയും രാവണൻ അദ്ദേഹത്തിനെ ആട്ടിപ്പുറത്താക്കുകയൊക്കെ ചെയ്തു. നമ്മൾ കേട്ടതാണ് അല്ലേ. അടുത്തത് രാവണനെ ഉപദേശിക്കാനായിട്ട് രാവണൻ്റെ മുത്തശ്ശനായിട്ടുള്ള മാല്യവാൻ, അതായത് തൻ്റെ അമ്മയുടെ അച്ഛൻ, കൈകസിയുടെ അച്ഛനായിട്ടുള്ള ആ മാല്യവാൻ വന്നിട്ട് പറയുകയാണ്, കൈകസി താതൻ മതിമാൻ വിനീതമാൻ കൈകസി എന്നോട് ചൊല്ലിനാൻ. പറയുകയാണ്, രാവണ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം, നിനക്ക് പറ്റുമെങ്കിൽ നീ അതൊക്കെ അനുഷ്ഠിക്കുക. ഈ ലങ്കയിൽ ഇപ്പോൾ ആകെ ദുർനിമിത്തങ്ങളൊക്കെയാണ് കാണുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കാര്യങ്ങളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ലങ്കയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇടിവെട്ടുകയാണ് ദാരുണമായിട്ട്, എപ്പോഴും ഇടിനാദങ്ങളാണ് കേൾക്കുന്നത്. മാത്രമല്ല എന്താ പറയുക, ചോരയാണ് പെയ്യുന്നത് പലപ്പോഴും. അതുപോലെ തന്നെ എന്താ പറയുക, ഉഷ്ണമാണ് ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും പ്രപഞ്ചത്തിലാണെങ്കിലും പ്രകൃതിയിലാണെങ്കിലും. ഈ ലങ്കയിൽ മുഴുവൻ കൊടും ചൂടാണ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലേ ചില വർഷങ്ങളിലെ ചൂടൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറമാണ് അല്ലേ. അപ്പം നാട്ടിലെ ഭരണാധികാരികൾ ദുഷ്ടന്മാരാണെങ്കിൽ ചൂട് കൂടും അല്ലേ. എല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായിട്ട്, എല്ലാം വിപരീതമായിട്ട് എല്ലാം സംഭവിക്കും. അപ്പോൾ അത് ഭരിക്കുന്ന ആൾക്കാരുടെ ഗുണം പോലെയാണ് പ്രകൃതി നമ്മളോട് തിരിച്ച് പെരുമാറുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാല്യവാൻ ഇവിടെ പറയുകയാണ്, എന്താണ്, ചൂട് കൂടുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു. ശരിയല്ലേ. ഇവിടെ ഭാരതത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ എന്താ പറയുക, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ വിമുഖമായിട്ടാണ് പല കാര്യങ്ങളും പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ആ ഭഗവാനെ മോശമാക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ദേവിയായിട്ടുള്ള കാളി ഘോരദംഷ്ട്രാന്വിതം, എന്താ പറയുക, ആ ഘോര ദംഷ്ട്രകളൊക്കെയാണ് പുറത്തിട്ടുകൊണ്ടാണ് ആ ദേവി ഇരിക്കുന്നത്. പിന്നെയോ ഗോക്കളിൽ നിന്നും ഖരങ്ങൾ ജനിക്കുന്നു. അതുപോലെ തന്നെ
മൂഷികൻ മാർജാറിനോട് പിണങ്ങുന്നു അല്ലേ. അതായത് ഈ എലിയൊക്കെ ചെന്നിട്ട് തിരിച്ച് പൂച്ചയെ ആക്രമിക്കുകയാണ്. അതുപോലെ തന്നെ പാമ്പുകൾ ഗരുഡനെ ആക്രമിക്കാൻ പോകുന്നു. എല്ലാം തലതിരിഞ്ഞാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. പിന്നെയോ കാണുന്നത് എല്ലായിടത്തും കാലനെയാണ്. അതായത് കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാലം ആപത്തിന്ന് ഉള്ളത് നിർണയം. എല്ലായിടത്തും കാലനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായിടവും മരണമാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എത്ര സത്യമാണ്. എവിടെ നോക്കിയാലും മരണമാണ് കാണുന്നത് ഈ ലങ്കയിൽ ഇപ്പോൾ. അപ്പോൾ ദുരന്തങ്ങളാണ് പലപ്പോഴും കാണുന്നത്. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്. അതുകൊണ്ട് ഈ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടത് നമുക്ക് കാണിച്ചു തരുന്നത് ഈ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ശാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വംശത്തെ രക്ഷിച്ചു കൊള്ളാനായിട്ട് നീ സീതയെ കൊണ്ടുപോയിട്ട് രാമൻ്റെ പാദത്തെങ്കിൽ വെച്ച് രാമനെ വന്ദിച്ച് എന്നിട്ട് രാമനോട് പറയണം, രാമൻ ആരാണെന്ന് നിനക്കറിയോ? രാമനാകുന്നത് വിഷ്ണു നാരായണൻ, ഭഗവാൻ മഹാവിഷ്ണുവാണ് രാമൻ. വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭക്തി കൊണ്ട് അദ്വൈനാം പരമാത്മാനമവ്യയം. അതുകൊണ്ട് വിദ്വേഷം ഒക്കെ നീ കളയണം. എന്നിട്ട് നീ ഭക്തിയോടുകൂടി ആ പരമാത്മാവിനെ നീ ഭജിക്കണം. ആ ശ്രീരാമ പാദബോധം കൊണ്ടു സംസാരമാരുതിയെ കടക്കുന്നത് യോഗികൾ. അതായത് ആ ശ്രീരാമൻ്റെ പാദമാകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു തോണി കൊണ്ടാണ് ഈ സംസാരമാകുന്ന ആ സാഗരത്തിനെ യോഗികൾ കടക്കുന്നത്. ഭക്തി കൊണ്ട് അന്ധക്കരണം ശുദ്ധമാകും രാവണ. അങ്ങനെ താമസിയാതെ ജ്ഞാനികൾക്ക് മുക്തിയെയും ലഭിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടനായിട്ടുള്ള നീയെ വിശുദ്ധനായിട്ട് ഭക്തി കൊണ്ട് കാലം കളയാതെ ഈ രാക്ഷസ വംശത്തെ രക്ഷിക്കണം. എന്നിട്ട് സാക്ഷാൽ മുകുന്ദനെ നീ സേവിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് രാവണനോട് പറയുകയാണ്. അങ്ങനെ ഈ വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മാല്യവാൻ അവിടെ ചെന്ന് ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും മാല്യവാനോട് ദേഷ്യമായി. തൻ്റെ മുത്തശ്ശനാണെങ്കിലും ദശമുഖൻ ആ രാവണൻ പറയുകയാണ്, മാനവനായ കൃപണനാം രാമനെ മാനസെ മാനിപ്പതിനെന്ത്. ഈ മനുഷ്യനായിട്ടുള്ള, അന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസന്മാർക്ക് കൃമി പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു വിലയേ ഉള്ളൂ. അവരൊക്കെ നിസ്സാരന്മാർ എന്നുള്ള. ഇപ്പം നമ്മൾ ഭൂമിയിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരട്ടയോ പുഴുവോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വല്ല പേടിയും തോന്നും. അത് കടിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് രാവണൻ അന്ന് അങ്ങനെയുള്ള ഒരു വരം തന്നെ മേടിച്ചത്. അത് മനുഷ്യനല്ലാതെ മറ്റാർക്കും എന്നെ വധിക്കാൻ സാധിക്കരുത്. ഇപ്പോൾ ഒരാളൊരു വരം മേടിക്കുക, പാറ്റയല്ലാതെ അല്ലെങ്കിൽ പല്ലിയല്ലാതെ എന്നെ കഴിച്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് അന്ന് രാവണൻ വരം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനായിട്ടുള്ള രാമനെ കണ്ട് ഇവനെന്തിനാണ് മാനിക്കുന്നത്? നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഈ മർക്കടാലംബനം, അതായത് മർക്കടന്മാർ, ഈ വാനരന്മാരൊക്കെ ആരെങ്കിലും അഭയം പ്രാപിക്കുമോ? അത് അങ്ങനെ മർക്കടന്മാരെ കൊണ്ട് കാര്യം എന്തെങ്കിലും സാധിക്കാമെന്ന് വിചാരിക്കുന്ന വെറും ജളനാണ്, വെറും മണ്ടനാണ് എന്നൊക്കെ പറയാണ്. ഇത് മാല്യവാനെ അങ്ങയോട് രാമൻ തന്നെ നിയോഗിച്ചിട്ടാണോ അങ്ങ് എൻ്റെ അടുക്ക് വന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് നേരെ പോയി ഇവിടുന്ന് അങ്ങ് തൽക്കാലം അങ്ങ് ഇവിടുന്ന് പൊയ്ക്കോളൂ. സ്വന്തം മുത്തച്ഛനോട് പറയുകയാണ്. അതായത് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിന് പകരമാണ് തൽക്കാലം അങ്ങ് ഇവിടുന്ന് പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ ഞാൻ അങ്ങേ വിളിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും യുദ്ധം പറഞ്ഞ അമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധനി കരയേറിയിടാൻ. ഇത് കേട്ടിട്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രാവണൻ അവിടെ ഇരുന്നില്ല. രാവണൻ എന്ത് ചെയ്തു? തൻ്റെ മാളികയുടെ മുകളിലേക്ക് അദ്ദേഹം കയറി മുകളിലേക്ക് പോവുകയും ചെയ്തു. അടുത്തത് ആരംഭമാണ്. യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധത്തിനായിട്ട് ആ രാക്ഷസ വംശവും അതുപോലെ തന്നെ ആ വാനരന്മാരും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു.
അങ്ങനെ ആ രാവണനെ കണ്ട് കോപിച്ച് ഭഗവാൻ ശ്രീരാമൻ സൗമിത്രിയുടെ കയ്യിൽ നിന്നും വില്ല് വാങ്ങി. എന്നിട്ട് ഭഗവാൻ ആ രാവണൻ്റെ 10 കിരീടവും കൈകൾ 20 വൃത്രനൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചിരിച്ച് ഈടിനാൻ എന്നാണ്. അതായത് ആ രാവണനെ കണ്ടതും ലക്ഷ്മണന്റെ കയ്യിലിരുന്ന വില്ലും അമ്പും മേടിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ രാവണനെ കോപത്തോടു കൂടിയിട്ട് രാവണന്റെ 10 കിരീടവും കൈകളിൽ 20 അസ്ത്രങ്ങളും ആയുധങ്ങളും വൃത്രനോത്ര ശരീരവും ഒക്കെ 10 കിരീടങ്ങളും കുടയും ഇതെല്ലാം നിമിഷം കൊണ്ട് ഇതെല്ലാം പൊട്ടിച്ച് താഴെയിട്ടു എന്നാണ് പറയുന്നത്. രാവണൻ ആ രഥത്തിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുകയും ചെയ്തു. എന്നിട്ട് പറയാണ് പിന്നെ പറയുന്നത് ഓരോരോ ദിക്കിലും പശ്ചിമ ഗോപുരത്തിൽ ഇന്നയാള്, ദക്ഷിണ ഗോപുരത്തിൽ ഇന്നയാള്, അതായത് അസുരന്മാരുടെ കൂടെ ഇന്ന ആൾക്കാർ, മേഘനാഥൻ, അകമ്പനൻ, കമ്പനൻ, അത് വജ്രദംഷ്ട്രൻ, പ്രഹസ്തൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഇവിടെ ആണെങ്കിൽ നീലൻ, അതുപോലെ തന്നെ ബാലി തലയനായിട്ടുള്ള അങ്കദൻ, വായു തനയൻ, അങ്ങനെ അവർ എല്ലാവരും ഇപ്പുറത്തെ ഭാഗത്ത് സൈന്യത്തെ കാക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ആ ഒരു ആരവങ്ങളെ കുറിച്ചിട്ടൊക്കെ ആണ് പറയുന്നത്. അതിൻ്റെ സംഖ്യകൾ 1000 കോടി 1000 കോടി മഹാകോടികളോടും 1000 അർബുദം, 1000 ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, അങ്ങനെ ആ ഒരു സംഖ്യകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തുമാത്രം ആനകളുണ്ടായിരുന്നു, എത്ര തേരുണ്ടായിരുന്നു, എത്ര കുതിരയുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ആ വനരന്മാർ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ആ ലങ്കാപുരത്തെ തച്ച് തകർത്തുകൊണ്ട് മുന്നേറുകയാണ്. കോട്ട മതിലും കിടങ്ങും ഒക്കെ അവർ തകർത്തിട്ട് അവർ കൂട്ടമിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് വൃഷ്ടി പോലെ, അതായത് മഴ പെയ്യുന്നത് പോലെയാണ് ശരജാലം പൊഴിക്കുന്നത് രാവണ സൈന്യത്തിൻ്റെ നേരെ. അങ്ങനെ വെട്ടുകൊണ്ട് പല ആൾക്കാരും അവിടെ വീഴുന്നു. പിന്നെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ചക്രങ്ങളും, പിന്നെയോ ശക്തികൾ, അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ, അർദ്ധചന്ദ്രാകാരത്തിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് രാവണ സൈന്യത്തിനെ മുഴുവൻ, ഇവിടെ രാമൻ്റെ സൈന്യം 4 പാടും ശിഥിലമാക്കുകയാണ്. അതുപോലെ തോമരം, ദണ്ഡം, മുസലങ്ങൾ, മുഷ്ടികൾ, ചാമീകര പ്രഭവുണ്ട ശതഘ്നികൾ, അതൊക്കെ ആയുധങ്ങളുടെ പേരുകളാണ്. ഉഗ്രങ്ങളായിട്ടുള്ള വജ്രങ്ങൾ ഇവ കൊണ്ടും പണ്ടത്തെ ആയുധങ്ങളുടെ പേരുകളാണ്. നിഗ്രഹിച്ചു കിട്ടാൻ നക്തഞ്ചരേന്ദ്രരും. അപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലുള്ള ആയുധങ്ങൾ കൊണ്ട് ആ നക്തഞ്ചരന്മാർ, രാക്ഷസന്മാർ തിരികെയും ഇതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാവണൻ തിരികെ പോവുകയും, അപ്പോൾ ആ ശ്രീരാമൻ്റെ ഇഷ്ടപ്രകാരം അങ്കദൻ രാവണനോട് പറയുകയാണ്, ഒന്നുകിൽ നീ സീതയെ കൊണ്ടുപോയി രാമന് കൊടുക്കൂ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായെങ്കിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചിങ്ങിരിക്കലും. നീ നിനക്ക് നാണമല്ലേ, നിനക്ക് നാണമില്ലേ? നീ എന്താണ് യുദ്ധത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ ലങ്കയിൽ വന്ന് ഇരിക്കുന്നത്? കൊട്ടാരത്തിൽ വന്ന് എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ യുദ്ധത്തിന് വരൂ, അല്ലെങ്കിൽ സീതയെ കൊണ്ടുപോയി രാമന് കൊണ്ട് കൊടുക്കൂ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഈ രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസരാജന നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ഇല്ലെങ്കിൽ രാവണ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ബാലിയുടെ പുത്രനായിട്ടുള്ള അങ്കദൻ്റെ ആ ഒരു വീര്യം, ഒരു പരാക്രമം, ശൗര്യം ഒന്ന് കണ്ടു നോക്കാം. രാവണൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്കദൻ പറയുകയാണ്, നിന്റെ രാക്ഷസസേന, നിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള നിന്റെ ഇത്രയും വലിയ രാക്ഷസ സേനയില്ലേ, ഈ രാക്ഷസ സേനയും മാത്രമല്ല നിന്റെ ഈ കൊട്ടിഘോഷിക്കുന്ന ദേവലോകത്തിന് തുല്യമായിട്ടുള്ള ലങ്കാനഗരമില്ലേ, ഈ ലങ്കാനഗരവും രാക്ഷസരാജന നിന്നോട് കൂടെ, നീ രാക്ഷസന്മാരുടെ രാജാവല്ലേ, അങ്ങനെയുള്ള നിന്നെ കൂടെ കൂട്ടി സംഹരിക്കും രാമൻ. ആ രാമൻ്റെ സിംഹനാദം നീ കേൾക്കുന്നില്ലേ രാവണ?
എന്ന് ചോദിക്കുകയാണ്. ആ ഞാണൊലിനാഥം നീ കേൾക്കുന്നില്ല രാവണ എന്ന് ചോദിക്കുകയാണ്. നാണം നിനക്കേതുമില്ലയോ മാനസ, നിനക്ക് നാണമില്ലടാ രാവണ എന്നൊക്കെ അധിക്ഷേപിക്കുകയാണ് ഇവിടെ ചെന്നിട്ട് അംഗദൻ. അപ്പോൾ ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും ക്രുദ്ധനായിട്ടുള്ള ആ രാവണൻ പറയുകയാണ്, ഈ ബാലിയുടെ പുത്രനെ കൊല്ലാൻ പറയുകയാണ്. ഇവിടെ ആരുമില്ലേ ഈ ബാലിപുത്രനായിട്ടുള്ള ഇവനെ കൊല്ലാനായിട്ട് ഇവിടെ രാക്ഷസന്മാരും ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ കൊട്ടാരത്തിന് 4 ഭാഗത്തു നിന്നും ആ നിശാചര വീരന്മാർ, ആ രാക്ഷസന്മാർ അംഗദനെ പിടിക്കാനായിട്ട് വരികയും അംഗദൻ്റെ അടുക്കേക്ക് യുദ്ധം ചെയ്യാനായിട്ട് വരികയും അംഗദൻ വളരെ നിസ്സാരമായിട്ട് ഇവരെയൊക്കെ കൊന്ന് ചുഴറ്റിയെറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കപീന്ദ്രൻ, ഈ അംഗദൻ എന്ത് ചെയ്തു? പ്രാസാദവും തകർത്ത് എന്ത് ചെയ്തു? പിന്നെ ആ പ്രാസാദവും ആ കൊട്ടാരത്തിനൊരു ഗോപുരം തകർത്തിട്ട് അവിടുന്ന് കുതിച്ച് ഉയർന്ന് ചാടി വേഗേന വന്നിട്ട് ആ രാമൻ്റെ അടുക്കൽ വന്നിട്ട് ഈ വൃത്താന്തങ്ങളൊക്കെ ഒന്നൊഴിയാതെ പറഞ്ഞാൻ അംഗദൻ അങ്ങനെ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വാനരന്മാർ കല്ലും മലയും മരവും ധരിച്ചുകൊണ്ട് കാണുന്നതൊക്കെ എടുത്തിട്ട് അവർ പ്രയോഗിക്കുകയാണ് അസുരന്മാരുടെ നേരെ. അതുപോലെ തന്നെ ബാണവും ചാപവും വാളും പരിചയും മഴു കുന്തം ഭിണ്ടിപാലങ്ങൾ മുസലങ്ങൾ ഗദകൾ ഇതെല്ലാം ഈ യുദ്ധത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വായുതനയനാണെങ്കിലും അതുപോലെ തന്നെ സുഗ്രീവനാണെങ്കിലും അംഗദനാണെങ്കിലും നീലനാണെങ്കിലും ഗജനാണെങ്കിലും ഗവേനാണെങ്കിലും ഗവാക്ഷനാണെങ്കിലും ഒക്കെ വളരെ ഉന്നതന്മാരായിട്ടുള്ള വളരെ പേര് കേട്ട ഈ രാക്ഷസ വീരന്മാരെ മുഴുവൻ ഇവരെ വധിക്കുകയാണ്. അവരുടെ ആ ഒരു ശക്തി കൊണ്ട് ഈ രാക്ഷസന്മാരെ മുഴുവൻ, നേരത്തെ ഇവിടെ രാവണൻ ചോദിച്ചു അല്ലേ, ഈ കവികളെ കൊണ്ട് ഒക്കെ ആശ്രയിക്കുന്ന വെറും മണ്ടത്തരമാണ് എന്ന് രാമൻ്റെ മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ ആ രാവണൻ ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. ഈ വാനരന്മാർ ഇത്രയും ഘോരന്മാരായിട്ടുള്ള ഈ എന്താ പറയുക ദേവന്മാരെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഈ അതികായനെ പോലുള്ള ആൾക്കാർ, മേഘനാഥനെ പോലുള്ള അസുരന്മാർ, ഖരനെ പോലുള്ള അസുരന്മാർ അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വധിക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ വാനരന്മാർ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? അപ്പം തൻ്റെ ആ സൈന്യങ്ങളിങ്ങനെ ചാവുന്നത് രാവണൻ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവസാനം രാവണൻ തന്നെ പറയുകയാണ്, ഇനി ഞാൻ തന്നെ പുറപ്പെടാം യുദ്ധത്തിനായിട്ട് എന്ന് പറഞ്ഞ് രാവണൻ അങ്ങോട്ട് വീണ്ടും പുറപ്പെടുകയാണ്. അപ്പം 1000 വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം കൊണ്ട തേരിൽ കരയേറി, അതായത് 1000 കുതിരകളെ കൊണ്ട് പൂട്ടിയ തേരിലാണ് രാവണൻ യുദ്ധത്തിനായിട്ട് വരുന്നത്. വളരെ സ്പീഡിൽ, വളരെ വായുവേഗത്തിലാണ് വരുന്നത്. മേരുശിഖരങ്ങൾ പോലെയുള്ള കിരീടങ്ങൾ, പർവ്വതങ്ങൾ പോലെ ഇരിക്കുന്ന കിരീടങ്ങൾ, ഹാരങ്ങൾ, അത് മാലയൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ സുന്ദരനായിട്ട് ആലവട്ടവും വെഞ്ചാമരവും മുത്തുകുടകളും ഇതൊക്കെ ഇതിൽ രഥത്തിലുണ്ട്. അങ്ങനെ രാവണൻ യുദ്ധത്തിന് ആയിട്ട് വരുന്നു. ഈ സമയത്താണ് സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും അപ്പോൾ എന്ത് ചെയ്തു? വന്നിട്ട് എന്താ പറയുക, ബാണവും ചാപവും എല്ലാം എന്ത് ചെയ്തു? രാവണൻ്റെ തേരിൽ കരയേറിട്ട് വീരന്മാർ ഓരോന്നോരോന്ന് എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. അങ്ങനെ ഇവർ യുദ്ധം ചെയ്ത് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വില്ലും ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. ആ സമയത്താണ് ഭഗവാൻ അവിടെ നിന്നിട്ട് വില്ലും ശരവും എടുത്തിട്ട് വീണ്ടും യുദ്ധത്തിനായിട്ട് വരികയാണ്, രാവണനോട് ഏറ്റുമുട്ടാനായിട്ട്. വമ്പനായുള്ളോർ ഇവനോട് പോരിന് മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരുന്നിടിനാൻ. മന്നവൻ താനും അരുളി ചെയ്തു തന്നേരം പറയുകയാണ്, സൗമിത്രി പറയുകയാണ്, ലക്ഷ്മണൻ പറയുകയാണ്, ഇവനോട് യുദ്ധം ചെയ്യാൻ അങ്ങ് എന്നെ അനുവദിക്കൂ എന്ന് പറയുകയാണ്. അപ്പം പറയാണ്, ലക്ഷ്മണ, വൃത്രാരി അതായത് ഇന്ദ്രൻ പോലും ഇവൻ്റെ മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് നീ മനസ്സിലാക്കണം. ഇന്ദ്രനെ പോലും തോൽപ്പിക്കുന്നവനാണ് ഈ രാവണൻ.
ധാരാളം മായകളുണ്ട് ഇവൻ്റെ കയ്യിൽ. ഇവൻ രാക്ഷസന്മാരുടെ കയ്യിൽ ധാരാളം മായങ്ങൾ ഇവര് നമ്മുടെ നേരെ പ്രയോഗിക്കും. ഇവർക്ക് യാതൊരുവിധ ന്യായവും നീതിയും ശാസ്ത്രങ്ങളും ഒന്നും ഇവർക്ക് ബാധകമല്ല. മാത്രമല്ല, ആ മഹാദേവൻ്റെ ഇവനിൽ പ്രസാദിച്ചത് കൊണ്ട് മഹാദേവൻ ഇവന് കൊടുത്ത ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളും ഇവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എല്ലാം നിരൂപിച്ച് ചിത്തമുറപ്പിച്ച് ചൊല്ലേണമല്ലോ കലഹത്തിന് എന്നെല്ലാം. നമ്മൾ അവനോട് യുദ്ധത്തിന് ചെയ്യുമ്പോൾ അവൻ്റെ ശക്തിയും ബലവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവനോട് യുദ്ധത്തിന് ചെല്ലാനായിട്ട് എന്ന് പറയുകയാണ് ഇവിടെ രാമൻ. അതായത് ആ എതിരാളിയായിട്ടുള്ള ആ രാവണനെ ഒട്ടും കുറച്ച് കാണുന്നില്ല ഇവിടെ രാമൻ. അതാണ് രാമൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, അല്ലേ? സാധാരണ സമയത്ത് മനുഷ്യരെ എല്ലാവരും പറയുന്നത് എന്താണ്? ഞാനാണ് വലിയ ആൾ, എന്നെ ജയിക്കാൻ ആരുമില്ല, എനിക്കിന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള. പക്ഷേ ഇവിടെ രാമൻ്റെ മഹത്വം അതാണ്. രാമൻ ഇവിടെ രാവണനെ എന്ന വലിയൊരു ശത്രുവായിട്ട് തന്നെയാണ്, അതായത് നല്ല പവർഫുള്ളായിട്ടുള്ള, നല്ല യുദ്ധവീരനായിട്ടുള്ള, യോദ്ധാവായിട്ടുള്ള ആ രാവണനെ തന്നെയാണ് ഇവിടെ രാമൻ പറയുന്നതും. അതുകൊണ്ട് ലക്ഷ്മണൻ പിൻവാങ്ങി. അതുകൊണ്ട് ജാനകി ചോരനെ കണ്ട ആ നേരത്ത്, ജാനകിയെ കട്ടുകൊണ്ടുപോയ ആ കള്ളനെ കണ്ട നേരത്ത് ആ വാനരനായകനാകിയിട്ടുള്ള മാരുതി, അതായത് ആ മാരുതി എന്ത് ചെയ്തു? തൻ്റെ തേർത്തളം തന്നെ കുതിച്ചു. അപ്പം നേരെ ആ രാവണൻ്റെ തേർത്തളത്തിൻ്റെ മുകളിലേക്ക് അലറിക്കൊണ്ട് ചാടി കുതിച്ചു വീണു. അപ്പോൾ ഇത് കേട്ടതും നിശാചരനാഥനും എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്നൊന്ന്, അതായത് തൻ്റെ തേരിലേക്ക് പെട്ടെന്നൊരു വാനരൻ കയറി വന്ന സമയത്ത് ഒന്ന് പേടിച്ചു. അപ്പോൾ രാവണൻ ഒന്ന് പേടിച്ചു. എന്നിട്ട് തൻ്റെ ആ വലത്ത് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് മാരുതി പറയുകയാണ്, ഹനുമാൻ സ്വാമി പറയുകയാണ്, നീ സാധാരണ മനുഷ്യരെയും സന്യാസിമാരെയും ഈ സജ്ജനങ്ങളെയും മറ്റുള്ള ജനത്തെയും ഒക്കെ നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത്. അതെങ്ങനെയാണ്? കപികുലത്താലടോ, ഈ വാനരവംശം കൊണ്ട് തന്നെ നീ ഈ സജ്ജനങ്ങളെയും സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന നിനക്ക് ആപത്ത് വരുവാടാ രാവണ എന്ന് പറയുകയാണ്. നിന്നെ അടിച്ചു കൊല്ലുവാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞാനിപ്പോൾ. നീ എൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ നീ രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. നീ വീരനാണെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുന്നതെന്ന് കാണട്ടെ എന്ന് പറയാണ്. വളരെ വിക്രമമുള്ള ആണല്ലോ നിന്റെ പുത്രൻ. അങ്ങനെയുള്ള വിക്രമമുള്ള നിന്നെ പോലെ തന്നെ വിക്രമമുള്ളതാണ് നിന്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെയും വധിച്ചത് ഈ ഞാൻ തന്നെയാടാ എന്ന് പറയാണ്. അവൻ്റെ രാവണൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമി പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നിന്റെ മകനെ വധിച്ചത് ഞാൻ തന്നെയാന്ന് പറഞ്ഞിട്ട് ആ കവീന്ദ്രൻ, ആ മാരുതി ഒന്നടിച്ചാൻ, അല്ലേ, ദശകണ്ഠനെയും എന്ന് പറഞ്ഞ് ഒന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. അങ്ങനെ ഒരൊറ്റ അടി അങ്ങനെ രാവണൻ്റെ ആ മുഖത്തിട്ട് കൊടുക്കുകയും ഒന്ന് തെറിച്ചു വീണു ദശകണ്ഠൻ. കുറച്ച് സമയം അവിടുന്ന് ആ അടിയുടെ ഷോക്കിൽ നിന്ന് ആ രാവണൻ ഉണർന്നു. അങ്ങനെ ചോദിക്കുകയാണ്, നന്മ എന്തായതെനിക്കുന്നത് കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കത് കൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്നു വന്നു. നമ്മളിനി ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം. ഹനുമാൻ സ്വാമി വളരെ തമാശയോടുകൂടി പറയുകയാണ്, എടാ രാവണ, എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചവനൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ പക്ഷേ നീ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുമല്ലോ ഞാൻ ഇത്ര ദുർബലനാണോ എന്ന് വിചാരിക്കുമല്ലോ. എന്തായാലും നീ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ നീ കുറച്ച് സമയം ഇനി നമുക്ക് തമ്മിൽ പൊരുതാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടതും ദശാനനൻ രാവണൻ എന്ത് ചെയ്തു? കവിശ്രേഷ്ഠനെ ഒന്ന് അടിച്ചു. അപ്പോൾ നീലനന്നേരം കുതികൊണ്ടു. അപ്പോൾ പെട്ടെന്ന് കവിശ്രേഷ്ഠനായിട്ടുള്ള ആ മാരുതിയും ഒന്ന് മോഹാലസ്യപ്പെട്ടു പോയി. അപ്പോൾ എന്ത് ചെയ്തു? ആ നീലൻ ആയിട്ടുള്ള അവരുടെ ആ സൈന്യാധിപനായിട്ടുള്ള നീലൻ ചോടി കുതിച്ചുകൊണ്ട് വന്നിട്ട് രാവണന്മേലേറി കരയേറി കിരീടങ്ങൾ 10, അതായത് 10 കിരീടവും
വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഒക്കെ ഉല്ലാസത്തോടും മകുടങ്ങൾ 10 ഒക്കെ ചാടി ഇയാളെ ആ രാവണനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് ഇത് കണ്ടുകൊണ്ട് നാരദൻ മഹർഷിക്ക് അദ്ദേഹത്തിന് ചിരി വന്നു. അദ്ദേഹം വീണയെടുത്ത് പാട്ടുപാടാൻ തുടങ്ങി. അങ്ങനെ ആ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളിവിട്ടിയിടാൻ. അപ്പോൾ ആ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളിവിടൻ തൽക്ഷണേ കോപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ അഗ്നേയാസ്ത്രം കൊണ്ടിട്ട് ആരെ അമ്പ ചെയ്യുന്നത്? പാവകപുത്രനെ, അഗ്നിയുടെ പുത്രനായിട്ടുള്ള ആരെ? നീലനെ. അഗ്നിയുടെ പുത്രനാണ് നീലൻ. അമ്പ ചെയ്തു. ആര്? രാവണൻ അമ്പ ചെയ്തു. തന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചല്ലോ. അപ്പം അതിന് പകരമായിട്ട് ആഗ്നേയാസ്ത്രം എടുത്തിട്ട് അമ്പ ചെയ്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ലക്ഷ്മണൻ ഇത് കണ്ടപ്പോൾ കോപം പൂണ്ടു. ഇത് കണ്ടുകൊണ്ട് ആ രക്ഷോവരനെ, ദശാനനെ ലക്ഷ്മണൻ വന്നിട്ട് ചെറുത്തു. അവർ തമ്മിൽ യുദ്ധമായി. ബാണഗണത്തെ രണ്ടുപേരും വർഷിച്ചു. മഴ പെയ്യുന്നത് പോലെ ബാണഗണങ്ങൾ പരസ്പരം വർഷിച്ചു. അങ്ങനെ വില്ലുമുറിച്ചു കളഞ്ഞതു ലക്ഷ്മണൻ, അല്ലൽ മുഴുത്തുന്നു ദശകണ്ഠനും. എന്നിട്ട് ആ രാവണന്റെ വില്ല് വരെ ലക്ഷ്മണസ്വാമി അമ്പ ഇത് മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കയ്യിൽ അസ്ത്രവുമില്ല. വേണമെങ്കിൽ ലക്ഷ്മണന് വധിക്കാമായിരുന്നു. പക്ഷേ ലക്ഷ്മണനൊക്കെ ധർമ്മമൂർത്തിയാണ് അല്ലേ? രാമനെ പോലെ തന്നെ ഇവിടെ നിരായുധനായി നിൽക്കുന്ന രാവണനെ ഒന്നും ചെയ്യാതെ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആയുധമില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടെന്ന് സ്മരിച്ചപ്പോൾ തന്നെ മയൻ കൊടുത്തൊരു വേല് ഉണ്ട്. അപ്പോൾ ഈ വേലെടുത്തിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പം സൗമിത്രയുടെ ആ മാറ്, ആ സുമിത്രാപുത്രനായ ലക്ഷ്മണൻ്റെ മാറ് ലക്ഷ്യമാക്കിക്കൊണ്ട് നെഞ്ചിലേക്ക് അത് വലിച്ച് എറിഞ്ഞു ആ ഒരു വേല. പക്ഷേ പെട്ടെന്നുള്ള ഒരു ആക്രമണമായതുകൊണ്ട് അത് അദ്ദേഹത്തിന് തടുക്കാനായിട്ട് സാധിച്ചില്ല, ലക്ഷ്മണന് സാധിച്ചില്ല. ഉടൻ തന്നെ ലക്ഷ്മണസ്വാമി ആ വേല് കൊണ്ടതും അവിടെ അദ്ദേഹം നിലത്ത് വീണു. അപ്പോൾ ഈ കുമാരനെ, ഈ ലക്ഷ്മണകുമാരനെ അവിടെ വീണത് കണ്ടതും ഈ രാവണൻ എന്ത് ചെയ്തു? ഓടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു അവിടുന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, രാക്ഷസന്റെ സ്വഭാവം. അങ്ങനെ ആ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചെങ്കിലും ഇവിടെ വളരെ നല്ലൊരു ഉപമയാണ് കൊടുത്തിട്ടുള്ളത്. കൈലാസശൈലമെടുത്ത ദശാസ്യനോ ബാലശരീരമിളക്കരുതാഞ്ഞിതോ. ആ കൈലാസശൈലം, ആ കൈലാസപർവ്വതം എടുത്ത് പൊക്കിയ അമ്മാനമാടിയ ഈ ദശാനനന്, ഈ രാവണന്, ഈ ബാലന്റെ, ഈ ലക്ഷ്മണന്റെ ശരീരം ഒന്നനക്കാൻ പോലും സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. അത് സാധിച്ചില്ല. അപ്പോഴാണ് രാഘവൻ തന്നെ ഗൗരവമോർത്തതിൽ ലാഘവം പൂണ്ടിതു രാവണവീരനും. ഇതൊക്കെ ആ രാമന്റെ എന്താ പറയണ അനുഗ്രഹം കൊണ്ടാണ് എന്ന് വിചാരിച്ചു രാവണൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ രാവണൻ മന്ത്രി ലക്ഷ്മണന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ ഓടി വന്നു. ആരുത് വന്നു? മാരുതപുത്രൻ, ആ വധാത്മജനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഓടി വന്നു. തൻ്റെ സ്വാമിയെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. അദ്ദേഹം ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മാരുതി എന്നിട്ട് വീണ്ടും കൊടുത്തു. ദശാസ്യനിട്ട് ഒരെണ്ണം കൊടുത്തു. അങ്ങനെ ഒരട്ടി കൊടുത്തിട്ട്, അങ്ങനെ അടി കൊടുത്തതും ആ ചോരയും ഛർദ്ദിച്ചു. തേരിൽ വീണാനവൻ ഉടൻ തന്നെ വായിൽ നിന്ന് ചോരയൊക്കെ വീണു, ഛർദ്ദിച്ചു. അവിടെ ആ രാവണൻ വീണുകയാണ്. എന്നിട്ട് ഉടൻ തന്നെ എന്ത് ചെയ്തു? ആ സമയം നോക്കി മാരുതി ആ കുമാരനെ തൽക്ഷണേ പുഷ്പസമാനം എടുത്തുകൊണ്ട് ആദരാൽ വളരെ പുഷ്പം എടുക്കുന്നത് പോലെ ലക്ഷ്മണസ്വാമി എടുത്തുകൊണ്ട് ചിൽപുരുഷൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ രാമന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ ലക്ഷ്മണന്റെ ശരീരം കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയാണ്. എന്നിട്ട് മാറും പിരിഞ്ഞ ദശമുഖൻ കയ്യിൽ ആമാറുബുക്ക് മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടാൻ. അപ്പോൾ എന്ത് ചെയ്തു? ഉടൻ തന്നെ ആ രാമൻ അവിടെ ചെന്നിട്ട് രാവണനുമായിട്ട് യുദ്ധം തുടങ്ങി. ഗന്ധവാഹാത്മജൻ, അതായത് ഈ ഹനുമാൻ സ്വാമി പറയുകയാണ്, അങ്ങ് എൻ്റെ തോളിൽ, എൻ്റെ കണ്ഠത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് അങ്ങ് യുദ്ധം ചെയ്യൂ, എന്നിട്ട് കൊല്ലുക ഈ ദശാസിനെ, ഈ ദശാനെ അങ്ങ് വധിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ മാരുതി പറഞ്ഞത് കേട്ടുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ കണ്ഠദേശത്തിൽ അല്ലെ അദ്രീന്ദ്രതുല്യനാണ്
വാനരൻ അല്ല, ഈ ഹനുമാൻ സ്വാമി അല്ലേ, ഒരു പർവ്വതത്തിൻ്റെ അത്രയും ശരീരം ഉള്ള ആളാണ്. അപ്പോൾ ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിരുന്നാൽ അദ്ദേഹത്തിന് ഒരു ഉറുമ്പിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വണ്ടൊക്കെ ഇരിക്കുന്നത് പോലെയുള്ളൂ ഒരു ചെടിയുടെ മുകളിൽ. അത്ര അരോഗ ദൃഢഗാത്രനാണ് ഈ മാരുതി. അപ്പോൾ അതുകൊണ്ട് മാരുതി തന്നെ പറയാണ്, അവിടെ രാവണൻ തേരിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്, അങ്ങ് എൻ്റെ കഴുത്തിലേക്ക് കയറിയിരുന്ന് യുദ്ധം ചെയ്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ ആ മാരുതിയുടെ കഴുത്തിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ചുന്നാന്തശാനൻ തന്നോട് രാഘവൻ, നിന്നെ അടുത്ത് കാണാൻ കൊതിച്ചേൻ തുലോം, നിന്നെ ഞാൻ അടുത്ത് കാണാനായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോഴാണ് അതിനുള്ള യോഗം വന്നത്. അതുകൊണ്ട് നിന്നെയും കൊന്നിട്ട് ഈ ജഗത്തിനെ മുഴുവൻ ഞാൻ രക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ശസ്ത്രങ്ങൾ അങ്ങനെ പരസ്പരം രാവണനും അതുപോലെ രാമനും എയ്യുകയാണ്. മാരുതി തന്നെയും എയ്തു മുറിച്ചെന്നോ ശൂരനായൊരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തത് ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടെ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. അങ്ങനെ രാവണൻ്റെ തേരും കൊടിയും കുടയും ഒക്കെ തകർത്ത് കിരീടങ്ങളും എല്ലാം നശിപ്പിച്ചു ഭഗവാൻ എന്ന് പറയുകയാണ്. അങ്ങനെ തിരികെ രാവണൻ യുദ്ധത്തിൽ നിന്ന് തിരികെ പോവുകയാണ്. അപ്പോൾ രാമൻ പറയുകയാണ്, നീ ഇപ്പോൾ തിരിച്ചു പൊയ്ക്കോളൂ, നിന്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കുംഭകർണനെ വിളിച്ച് ഉണർത്തുകയാണ്. കുംഭകർണൻ ഉറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, 8-9 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുംഭകർണനെ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഉണർത്തുന്നത്. അതുപോലെ തന്നെ കുംഭീവരന്മാരെ കൊണ്ട് നാസാരന്ധ്ര ഭൂതരോമം, ആ മൂക്കിലെ രോമം പിടിച്ച് വലിപ്പിച്ചും ആനയെ കൊണ്ട്, അതുപോലെ കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും, അത് 1000 കുടങ്ങളിൽ മദ്യവും, അങ്ങനെ 1000 കുടങ്ങളിൽ രക്തവും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ കുംഭകർണനെ വിളിച്ച് ഉണർത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം പരിശ്രമപ്പെട്ട് ദിവസങ്ങൾ പരിശ്രമിച്ച് ആ കുംഭകർണനെ ഉണർത്തി. അപ്പോൾ കുംഭകർണനോട് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുകയാണ്. അനുജ, നമ്മുടെ സോദരിയുടെ നാസാകുശങ്ങളെയൊക്കെ ഛേദിച്ച് ഈ ശ്രീരാമലക്ഷ്മണന്മാരെ, അവരുടെ ശ്രീരാമൻ്റെ ഭാര്യയായിട്ടുള്ള സീതയെ ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആരാമത്തിൽ വെച്ചിട്ടുണ്ട്. അവൻ ഇപ്പം വാരിധിയിൽ ചിറയൊക്കെ കെട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് പ്രഹസ്തനെയും അതുപോലെ അവനിപ്പോൾ തന്നെ വധിച്ചു കഴിഞ്ഞു. കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനെ, എന്നെ കൊല്ലാതെ കൊന്നു പറഞ്ഞയച്ചു. അതായത് എന്താ പറയുക, യുദ്ധത്തിൽ ഇങ്ങനെ കൊല്ലാറാക്കിയിട്ട് കൊല്ലാതെ വിടുക എന്ന് പറയുന്നത് കൊല്ലുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ രാവണനെ അങ്ങനെ നാണം കെടുത്തി ഭഗവാൻ തിരിച്ചു വിട്ടതാണ്. ഇനിയും നീ നീ എന്താ പറയുക, ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വരാൻ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വിട്ടതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആണ് അപ്പം ഇവിടെ കൊട്ടാരത്തിൽ വന്നിട്ട് ആ കുംഭകർണനെ ഉണർത്തുന്നത്. അങ്ങനെ കുംഭകർണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ലവണ്ണം കെട്ടുകൊള്ളുകിലെങ്കിലും നന്നതാ, അതായത് കുംഭകർണൻ പറയാണ്, അങ്ങക്ക് ഇത് നല്ലതല്ല, ഞാൻ പറയുന്നത് അങ്ങ് നല്ലപോലെ കേൾക്കൂ, അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് നല്ല കാലം വരും എന്ന് പറയാണ്. കാലവും ദേശവും അവസ്ഥകളും ഒന്നും ഇപ്പം നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് അങ്ങ് ഈ സീതാദേവിയെ അങ്ങ് തിരിച്ച് രാമന് കൊണ്ട് കൊടുക്കൂ. അങ്ങയുടെ മൂഢന്മാരുള്ള മന്ത്രിമാർ അങ്ങയുടെ മൂലവിനാശം വരാനായിട്ടാണ് അങ്ങയെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അത് അവരൊരിക്കലും അങ്ങയുടെ ബന്ധുക്കളല്ല, അങ്ങയുടെ ശത്രുക്കളാണ്, അങ്ങയുടെ നാശമാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങ് സീതാദേവിയെ തിരികെ കൊണ്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കുംഭകർണൻ രാവണനോട് പറയുകയാണ്. അതുപോലെ അത് ഉദാഹരണമൊക്കെ പറഞ്ഞു. അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ, അഗ്നിയെ കണ്ട് ശലഭങ്ങൾ മോഹിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ആ അഗ്നിയിലേക്ക് തന്നെ വീണ് അതിൽ മഗ്നരായിട്ട് അതിൽ വീണ് മരിക്കും. അതുപോലെ തന്നെ മത്സ്യങ്ങളാണെങ്കിലോ ഈ എന്തെങ്കിലും വെള്ളത്തിൽ വീഴുന്നത് കണ്ടുകൊണ്ട് മോഹിച്ച് എന്താണ് അതിൽ കയറി പിടിച്ച് ആപത്തിൽ അകപ്പെടുന്നു. അതുകൊണ്ട് അങ്ങിപ്പോൾ ആപത്തിലേക്കാണ് രാവണ പോകുന്നത്. നമ്മുടെ വംശത്തിനും ആപത്താണിത്, നമ്മുടെ നാടിന് തന്നെ ആപത്താണ്.
ഉന്മൂലനാശം വരും. അതുകൊണ്ട് അങ്ങ് ഈ ജാനകിയിലൊരാശ അങ്ങയിൽ നിന്നും മാറിപ്പോകട്ടെ. അത് ശരിയല്ല. അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ല നിർണയം. ഈ ഇന്ദ്രിയങ്ങൾ പറയുന്നതനുസരിച്ച്, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും അല്ലേ, അതാണ് ഇന്ദ്രിയങ്ങൾ. ഇതിന് വശമ്മതനായിരിക്കുന്ന പുരുഷൻ എപ്പോഴും ആപത്ത് മാത്രമേ ഉണ്ടാകുള്ളൂ രാവണ എന്ന് പറയുകയാണ്. ഞാൻ അങ്ങയോട് ഈ നല്ലത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങയുടെ പൂർവ്വജന്മാർജിത വാസനയാലതി ആവതല്ലതുമേ അതിൻ വശനായി വരും. അങ്ങയുടെ പൂർവ്വജന്മത്തിലുള്ള വാസനകളാണ് അങ്ങയുടെ ഈ ഒരു ജന്മത്തിൽ അങ്ങയുടെ സ്വഭാവമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഈ വാസനകളൊക്കെ ഉപേക്ഷിക്കൂ. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്യൂ. പിന്നെ ഈശ്വരകൽപ്പിതം ആർക്കും തടുക്കാനായിട്ട് സാധ്യമല്ല രാവണ. മനുഷ്യനല്ല രാമൻ, പുരുഷോത്തമനാണ്, നാനാ ജഗന്മയനാണ്, നാരായണനാണ്, പരനാണ്. സീതയാകുന്നത് അങ്ങ് വിചാരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ത്രീയല്ല, യോഗമായാദേവിയാണ്. ഈ ലോകം മുഴുവൻ വിറപ്പിക്കുന്ന തൻ്റെ പുരികക്കൊടികൾ കൊണ്ട് സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന യോഗമായാദേവിയാണ് ഈ സീത. നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ, മുന്നമേ എന്താ തോരാഞ്ഞതും. ഞാൻ നിന്നോട് ഇതിനു മുമ്പ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ രാവണ, ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം എന്താ പറയുക, നരനാരായണ ആശ്രമത്തിൻ്റെ സമീപത്തിൽ വസിക്കുന്ന സമയം, ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയുക, പുണ്യന്മാരായിട്ടുള്ള ആ മനുഷ്യർ അല്ലെങ്കിൽ ആ ദേവന്മാർ, നരനാരായണന്മാർ ജീവിച്ചിരുന്ന നരനാരായണ ആശ്രമം ഉത്തരേന്ത്യയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഒരു ഗുഹയിലാണ്. അപ്പം ഈ ആശ്രമത്തിൽ അദ്ദേഹം കുറച്ച് നാൾ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൊണ്ട് കുംഭകർണനും ജീവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് നാരദ മഹർഷിയെ അദ്ദേഹം കാണുകയും അങ്ങനെ നാരദനെ കണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ രാവണനോട് കാര്യം പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു, എന്തെല്ലാം വൃത്താന്തമാണ് ഈ ലോകത്തിലുള്ളത് എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠനാണുള്ള രാവണൻ പീഡിതന്മാരായി ചമഞ്ഞു, ദേവകളും മുനിമാരും ഒരുമിച്ചു. ദേവദേവേശന, അതായത് നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണന്റെ പീഡനം കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരും മുനികളും ദേവദേവേശനായിട്ടുള്ള ആ വിഷ്ണു ഭഗവാനെ സേവിച്ചു സങ്കടമൊക്കെ ഉണർത്തിച്ചിട്ടുണ്ട്. ത്രൈലോക്യകണ്ഠകനായിട്ടുള്ള രാവണൻ, ദുഷ്ടനായിട്ടുള്ള ആ രാവണനെ രാവണൻ ഞങ്ങളെ എല്ലാവരെയും ഉപദ്രവിക്കുന്നു എന്ന് ഭഗവാനെ അറിയിച്ചു. മനുഷ്യനാൽ കൊണ്ട് മാത്രമേ, ഒരു മനുഷ്യന് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവന് വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അവന് വരം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചിത്തകാരുണ്യത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, പൃഥ്വിയിൽ ഞാൻ അയോധ്യയിലെ ദശരഥൻ്റെ പുത്രനായിട്ട് പിറക്കും. അങ്ങനെ പിറന്ന് ആ നക്തഞ്ചരാധിപന്മാരെയൊക്കെ ഞാൻ നിഗ്രഹിക്കും. അത് എൻ്റെ വാക്കാണ്. അന്ന് എൻ്റെ മായാമാനുഷ്യനായിട്ട് കൊണ്ട ഒരു രാമൻ്റെ വേഷത്തിൽ ഞാൻ വരും. അതുകൊണ്ട് ഈ ദേവന്മാരെ എല്ലാവരെയും ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് രാമൻ എന്ന് പറയുന്ന പരബ്രഹ്മമാണ്, ഭഗവാനാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് ഭക്തി കണ്ടാൽ നിന്നിൽ പ്രസാദിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ, ഭക്തി തന്നെയല്ലടോ മഹാജ്ഞാനവും മാതാവും ഒക്കെ ഭക്തി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഭക്തിയല്ലേ മോക്ഷദായിനിയായിട്ടുള്ളത്. അതുകൊണ്ട് നീ അവിടെ ചെന്നിട്ട് രാമൻ്റെ പാദങ്ങളെ ആശ്രയിക്കൂ, എന്നിട്ട് സങ്കടം തീർത്ത് തരിക എന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും രാമൻ നിന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും യാതൊരുവിധ കുലുക്കവും രാവണനുണ്ടായില്ല. അപ്പോൾ രാവണൻ പറയുകയാണ്, നിന്നെ ഞാനിപ്പോൾ വിളിച്ചുണർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഉപദേശം തരാനാണെങ്കിൽ അതിന് കൊട്ടാരത്തിൽ മറ്റാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് സാധിക്കുമെങ്കിൽ നീ പോയി യുദ്ധം ചെയ്യൂ, ജ്ഞാനോപദേശമൊന്നും എനിക്കിപ്പം ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഗ്രജൻ്റെ രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് കുംഭകർണന് പറഞ്ഞു, ശരി, അങ്ങയുടെ
ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ യുദ്ധത്തിന് രാമനോട് യുദ്ധം ചെയ്യാം. കാരണം രാമൻ എന്നെ നിഗ്രഹിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ, എനിക്കത് സന്തോഷമാണ്. രാമൻ എന്നെ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ജന്മത്തോടുകൂടി എനിക്ക് മോക്ഷം കിട്ടും, അതുകൊണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്ന ആയുധങ്ങളുമായുള്ള ശൂലങ്ങളും കൈക്കൊണ്ടു. 1000 കിലോ ഭാരമുള്ള ആ ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശൂലവും അങ്ങനെ ഓരോരോ ആയുധങ്ങളും കൈക്കൊണ്ടുകൊണ്ടാണ് വാനരസേനയുടെ നേരെ കുംഭകർണൻ വരുന്നത്. കുംഭകർണൻ തൻ വരവ് കണ്ട ആകുലാൽ സംഭ്രമം കൊണ്ട് വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേവൻ ഇവൻ്റെ വരവ് കണ്ടിട്ട് അമ്പരത്തോളം ഉയരമുണ്ട്. അത്ഭുതം, ഇവന് വലിയൊരു എന്താ പറയുക ആകാശത്തോളം ഉയരമുണ്ട്. ഇതൊക്കെ ഇവൻ ആരാണ് എന്ന് ആ രാമൻ അവിടെ വിഭീഷണനോട് ചോദിക്കുകയാണ്. പറയാണ് ഇവൻ്റെ സഹോദരനാണ്, എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുംഭകർണനാണ്, രാവണൻ്റെയും സഹോദരനാണ്, എൻ്റെ ഭ്രാതാവാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുംഭകർണനെ പോയി വന്ദിക്കുന്നു. അങ്ങനെ കുംഭകർണനെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, അങ്ങേക്ക് നീ വളരെ ഭക്തനാണെന്ന് എനിക്കറിയാം, നിനക്കിങ്ങനെ തോന്നിയല്ലോ, വളരെ നല്ല കാര്യമാണ്, നീ എപ്പോഴും രാമനെ സേവിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എന്താ പറയുക, ആ കുംഭകർണൻ്റെ ആ ഒരു ശക്തിയുടെ മുമ്പിൽ ആ ഒരു വാനര സൈന്യം മുഴുവൻ എന്താ പറയുക നിലംപരിശാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം അദ്ദേഹം നടക്കുന്ന വഴിയിലൊക്കെ ആയിരക്കണക്കിന് വാനന്മാർ ചതഞ്ഞിറങ്ങുകയാണ്. അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്ത് വാനന്മാരെയൊക്കെ എടുത്ത് വായിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും അദ്ദേഹം ഇന്ദ്രാസ്ത്രം എയ്തു. ആര്? ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ ആ ഇന്ദ്രാസ്ത്രം എയ്ത് ഈ കുംഭകർണനെ വധിച്ചു. അങ്ങനെ കുംഭകർണനെ വധിച്ചു. അങ്ങനെ നാരദ സ്തുതിയാണ് പിന്നെ ഉണ്ടാകുന്നത്. ആ നാരദ സ്തുതിയിൽ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. അങ്ങനെ ഭഗവാന്റെ ആ നാരദ മഹർഷിയുടെ ഗംഭീരമായ സ്തുതിയാണ്. പാദപത്മങ്ങൾ കണ്ട് സേവിപ്പതിന് ഇപ്പോഴാണ് ഭഗവാനെ അവിടുത്തെ പാദപത്മങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ധൈര്യത്തോടുകൂടി ഒന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ചിൽപുരുഷ പ്രഭോ, നിന്റെ വൈഭവം എത്ര വലുതാണ്. എപ്പോഴും എൻ്റെ ഉള്ളിൽ ഭഗവാനെ അങ്ങയുടെ ഈ ഒരു രൂപം ഉള്ളിൽ ഉണ്ടാവണേ ജഗൽപ്രഭോ. ഇനി അങ്ങയുടെ ഈ കഥാപീയൂഷം, അങ്ങയുടെ കഥയാകുന്ന ഈ അമൃതവും പാനം ചെയ്തുകൊണ്ട് ഉൾക്കാമ്പില് എപ്പോഴും ഭഗവാനെ അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട്, അവിടുത്തെ രൂപം ധ്യാനിച്ചുകൊണ്ട്, അവിടുത്തെ പൂജ ചെയ്തുകൊണ്ട്, അവിടുത്തെ പാദപത്മങ്ങളിൽ പൂജ ചെയ്തുകൊണ്ട്, അവിടുത്തെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി ഭഗവാനെ അവിടുത്തെ ചരിതങ്ങളും പാടിക്കൊണ്ട് വിശുദ്ധനായിട്ട് സഞ്ചരിക്കാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാപദേ. ഇപ്പോൾ തന്നെ ഈ ഭൂമിയുടെ ഭൂഭാരം പകുതിയിലധികം നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ ഒരു വധത്തോടുകൂടി കുംഭകർണൻ മരിച്ചതോടുകൂടി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത ദിവസം തന്നെ സൗമിത്രി മേഘനാഥനെ കൊല്ലും. അതിൻ്റെ അടുത്ത ദിവസം അങ്ങ് ഈ ദശഗ്രീവനെ കൊന്നിട്ട് ഈ ജഗത്രയം രക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ സ്തുതിക്കുകയാണ്. അതിനുശേഷം അതികായനാണ് വരുന്നത്. അങ്ങനെ ആ അതികായനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. ആ അശ്വങ്ങളെ ഒക്കെ പൂട്ടിയ തേരിൽ അതികായം വരുന്നു. വാനരസേനയെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം. മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടാൻ. അപ്പോൾ ഈ സമയത്താണ് മാരുതദേവൻ, അതായത് വായുദേവൻ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് സൗമിത്രിയോട് പറയുകയാണ്, ലക്ഷ്മണനോട് പറയുകയാണ്, ഇവന് ലക്ഷ്മണൻ സ്വാമിയായിട്ടാണ് അതികായൻ്റെ യുദ്ധം. എത്ര ശ്രമിച്ചിട്ടും ലക്ഷ്മണന് ഈ അതികായനെ വധിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരസ്ത്രവും അവൻ്റെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. അപ്പോൾ ആ വായുദേവൻ വന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, പണ്ട് ഇവന് ബ്രഹ്മാവ് ഒരു പടച്ചട്ട കൊടുത്തിട്ടുണ്ട്, അതിവൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഇവനെ വധിക്കാനായിട്ട് സാധിക്കാത്തത്. അത് ആ പടച്ചട്ട തകർക്കാനായിട്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് ബ്രഹ്മാസ്ത്രത്തെ ഇവൻ്റെ ശരീരത്തിലേക്ക് എയ്തുകൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ പരിപാലിക്കൂ എന്ന് പറയുകയാണ്.
അപ്പോൾ ആ ഭഗവാനെ ശ്രീരാമസ്വാമിയുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ലക്ഷ്മണസ്വാമി ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതികായനെ വധിക്കുകയാണ്. അതിനുശേഷം ഇന്ദ്രജിത്ത് വരുന്നു. അങ്ങനെ ആ ഇന്ദ്രജിത്ത് വന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാവരെയും ആയിട്ട് വാനരന്മാരെ വളരെ എന്താ പറയുക ഗംഭീരമായ രീതിയിൽ വധിക്കുന്നു. എല്ലാവരുടെ ശരീരത്തിലും 5ഉം 10ഉം 20ഉം ഒക്കെ ഗവയനും ഗവാക്ഷനും ശരഭനും സുമുഖനും ദുർമുഖനും ഒക്കെ ജ്യോതിർമുഖനും ഒക്കെ അനവധി ആയിട്ടുള്ള അസ്ത്രങ്ങൾ ഇങ്ങനെ ഏൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ആവതില്ല എന്ന് നമുക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല എന്ന് തോന്നുകയും അപ്പോൾ അങ്ങനെ എല്ലാ വാനരന്മാരും മരിച്ചതിന് തുല്യം ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് 2 പേർക്ക് മാത്രം അവിടുന്ന് എഴുന്നേൽക്കുകയും 2 പേര് അവിടുന്ന് എഴുന്നേൽക്കുകയും അങ്ങനെ അതിൽ ഒന്ന് ജാമ്പവാനും ഒന്ന് ഈ പറഞ്ഞതുപോലെ വിഭീഷണനുമാണ്. അപ്പോൾ വിഭീഷണൻ ചോദിക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിൽ മാരുതി ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഉണ്ട്, ഹനുമാനുണ്ട്. അപ്പോൾ ചോദിക്കൂ, അങ്ങ് എന്തുകൊണ്ടാണ് ശ്രീരാമലക്ഷ്മണന്മാരുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ പറയുകയാണ്, ഹനുമാൻ മാരുതി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാം. ബാക്കി ആര് ജീവിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജാമ്പവാൻ പറയുകയാണ്, ഋഷഭാദ്രിയിൽ ചെന്നിട്ട് കൈലാസ സന്നിധിയിൽ ഋഷഭാദ്രിയിൽ ദിവ്യ ഔഷധങ്ങളുണ്ട്. അത് 4 ദിവ്യ ഔഷധങ്ങളാണ്. 1 വിശല്യകരണിയും, 2 സന്താനകരണിയും, 3 സുവർണകരണിയും, 4 മൃതസഞ്ജീവിനി. അതുകൊണ്ട് ഹനുമാനെ നീ പോയി ഈ 4 ഔഷധങ്ങളും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവരെ എല്ലാവരെയും രക്ഷിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി അവിടുന്ന് ഈ ഔഷധ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയുടെ ഇടയ്ക്ക് രാവണൻ ചെന്നിട്ട് കാലനേമി എന്ന് പറയുന്ന അസുരൻ്റെ അടുക്ക ചെന്ന് പറയുന്നു, ഹനുമാൻ ഇപ്പോൾ ഈ വഴി വരുന്നുണ്ട്, ഔഷധം എടുക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഹനുമാൻ്റെ യാത്ര നീ തടസ്സപ്പെടുത്തണം. ഹനുമാൻ ഈ വഴി വരുന്ന സമയത്ത് നീ ഹനുമാനെ വധിക്കണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവന് ഭോഗങ്ങളൊക്കെ കൊടുത്ത് പക്വഫലങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തണം. അവസാനം അവനെ വധിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ്. പക്ഷേ അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടതും ഈ കാലനേമിയുമായിട്ടൊരു കാലനേമി പറഞ്ഞു, എൻ്റെ ആശ്രമത്തിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാം, വിശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ അല്പം വെള്ളം കുടിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഒരു മുതല വേഷം മാറി, അതായത് ഒരു കഴിഞ്ഞ ജന്മത്തിലെ ഒരു ശാപം കൊണ്ടൊരു മുതലയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഹനുമാനെ ഭക്ഷിക്കാനായിട്ട് ഈ മുതല വരികയും ഹനുമാൻ ഈ മുതലയെ വധിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശാപമോക്ഷം കിട്ടി. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഇത് ഇവിടെ ഉള്ളത് കാലനേമി എന്നുള്ള അസുരനാണ്, ഹനുമാനെ അങ്ങേ വധിക്കാനായിട്ട് അവനവിടെ നോക്കി നിൽക്കുകയാണ് എന്ന് പറയുകയും അങ്ങനെ അവിടെ ചെന്ന് ആ ഹനുമാൻ ഈ കാലനേമിയെ വധിച്ചു. അങ്ങനെ ദിവ്യ ഔഷധങ്ങൾ എല്ലാം അവിടുന്ന് കൊണ്ടുവന്നു. ആ ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്ന് നേരെ ഇവിടെ കൊണ്ടുവന്നു. ആ ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയ ആ ഒരു സമയത്ത് തന്നെ എല്ലാ വാനരന്മാരും ഉടനെ ജീവിക്കുകയുണ്ടായി. പക്ഷേ ഈ രാക്ഷസന്മാരാണെങ്കിൽ അവർ രാക്ഷസന്മാർ മരിച്ച ആ ഒരു ശരീരഭാഗങ്ങളെല്ലാം ഇവർ നദിയിലെടുത്തിട്ടത് കാരണം അത് ജീവിപ്പിക്കാൻ സാധിച്ചില്ല. ഇവിടെ ഈ ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ വാനരന്മാരെല്ലാവരും ജീവിച്ചു. അങ്ങനെ അതിനുശേഷം മേഘനാഥൻ വരുന്നു. മേഘനാഥനുമായിട്ട് ഉള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ വർണ്ണിക്കുന്നതിന്. അടുത്ത ലക്ഷ്മണനും മേഘനാഥനും കൂടി ഉള്ള യുദ്ധം. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ലക്ഷ്മണസ്വാമി മേഘനാഥനെ വധിക്കുന്നു. അങ്ങനെ ആ മേഘനാഥ വധവും അതുപോലെ കാരണം എന്ന് വെച്ചാൽ ഇന്ദ്രനെ പോലും ജയിക്കാൻ കഴിവുള്ള ആളാണ്, ജയിച്ച ആളാണ് ഈ മേഘനാഥൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇന്ദ്രജിത്തിനെ, അതങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വിലാപം തുടങ്ങിയാണ്, രാവണ വിലാപം. വളരെ ഗംഭീരമായിട്ട് വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു കരച്ചിലാണ് ഇവിടെ രാവണൻ്റെ. അപ്പോൾ അങ്ങനെ
രാവണൻ അതിനുശേഷം ഒരു ഹോമം ആരംഭിക്കുകയാണ്. അങ്ങനെ രാവണൻ്റെ അങ്ങനെ ആ ഹോമം കഴിച്ചു കഴിഞ്ഞാൽ രാവണനെ പിന്നെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ആ രാവണൻ്റെ ഹോമവിഘ്നം വരുത്തുകയാണ് വാനരന്മാർ ചെന്നിട്ട്. അങ്ങനെ ആ രാവണൻ്റെ ഹോമവിഘ്നം വരുത്തി. അതിനുശേഷം ഗംഭീരമായിട്ടുള്ള രാവണ യുദ്ധമാണ് നടക്കുന്നത്. അങ്ങനെ എന്താ പറയുക, വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന ആ യുദ്ധത്തിൻ്റെ ഒടുവിലായിട്ട് അഗസ്ത്യ മഹർഷി വരികയും അഗസ്ത്യ സ്തുതി ആണ് ആ ഭാഗത്ത്. അപ്പം അഗസ്ത്യൻ ഭഗവാനെ സ്തുതിക്കുന്നു. അതിനുശേഷം ഭഗവാന് വേണ്ടിയിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ഇവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അഗസ്ത്യ മഹർഷി. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. ഓം സന്താപനാശകരായ നമോ നമഃ എന്ന് പറയുന്ന ആ ഒരു സ്തോത്രമാണ് ഇവിടെ ജപിക്കുന്നത്. അങ്ങനെ ആ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ രാവണനെ 3 ലോകങ്ങളും കീഴടക്കിയ ആ രാവണനെന്ന് കേട്ടാൽ എന്താ പറയുക, ആ 3 ലോകങ്ങളും വിറയ്ക്കുന്ന ആ ഘോരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള നിശാചരനായിട്ടുള്ള ആ രാവണനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് നെഞ്ചിന് നേരെ അസ്ത്രം ഉപയോഗിച്ച് ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ രാവണനെ വധിക്കുന്നു. അതിനെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ സംസ്കാരാദി ക്രിയകളൊക്കെ വിഭീഷണനെ കൊണ്ട് രാജോചിതമായിട്ട് ഒരു എങ്ങനെയാണ് ഒരു രാജാവിനെ സംസ്കരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാവിധ ഉപചാരങ്ങളും നൽകിക്കൊണ്ട് ആ രാവണൻ്റെ ആ ഭൗതിക ശരീരം സംസ്കരിക്കുന്നു. അതുപോലെ തന്നെ ബലിതർപ്പണാദികളൊക്കെ ചെയ്യാനായിട്ട് വിഭീഷണനോട് ശ്രീരാമചന്ദ്രൻ തന്നെ പറയുകയാണ്. അതിനുശേഷം വിഭീഷണനെ ആ ലങ്കാരാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇതുവരെയാണ് നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത്. ബാക്കി നമുക്ക് രാമായണ മാസത്തിൻ്റെ അവസാന ദിവസമായിട്ടുള്ള നാളെ നമുക്ക് ഭഗവാന്റെ ഗംഭീരമായിട്ടുള്ള പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകം ഭഗവാനെ പറയുന്നത് കേൾക്കാനായിട്ട്, ഭഗവാനെ വർണ്ണിക്കുന്നത് കേൾക്കാനായിട്ട് ഭഗവാൻ നാളെ അയോധ്യയുടെ രാജാവാകുകയാണ്. 14 വർഷം മുമ്പ് അദ്ദേഹം കാട്ടിലേക്ക് പോയതാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ 14 വർഷം മുമ്പ് വനത്തിലേക്ക് പോയ രാമൻ നാളെ തിരികെ അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാമനെ സ്വീകരിക്കാനായിട്ട് നമുക്കെല്ലാവരും ഉണ്ടാവണം. ആ രാമൻ്റെ കഥയും ആ രാമൻ അയോധ്യയുടെ ചക്രവർത്തിയാകുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.